ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകും 4 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർക്കാൻ എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചതച്ചത്, ഒരു 12 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 14 വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു രസമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ബൗളിൽ ഒരു 3/4 ഭാഗത്തോളം പുളിവെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം അടച്ചു വെക്കുകയാണ്. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി തുറന്നു നോക്കാൻ നോക്കിയാൽ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഞാനിവിടെ ഈ ഒരു രസം ഒരുപാട് അങ്ങ് ലൂസായിട്ടല്ല, കുറച്ചൊന്ന് തിക്കായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എനിക്കിങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള രസവും പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ രസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി രസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.